ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ എൻ്റെ ഗാർഡൻ്റെ ഒരു പാർട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇത് ഫൈക്കസ് പ്ലാന്റ് ആണ്. ബുഷാക്കിയൊക്കെ വെട്ടി നിർത്താൻ വേണ്ടി ചട്ടിയിൽ നട്ടു വെച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ റോസ്, വലിയ പൂടിക്കുന്ന റോസ് തെറ്റി. ഇത് ഓർക്കിഡ് റോസാണ്. അതിനകത്ത് മുട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് ഒരു ചുവട്. പിന്നെ അടുത്തത് ഒരു കമ്പ് കുത്തിപ്പിടിപ്പിച്ച നാടൻ വെറൈറ്റി. അത് നഴ്സറിയിൽ നിന്ന് വാങ്ങിയ തന്നെയാണ്. നല്ല കളർഫുള്ളായിട്ടുള്ള റോസാണ്. ഇതൊരു ബഡ് റോസാണ്. അതിൻ്റെ പിറകിലൊരു ബിഗോണിയയുടെ പ്ലാന്റ് ഇരിപ്പുണ്ട്. പിന്നെ വെള്ള കളറിലെ റോസാണ് ഇത് ഇംപേഷ്യൻറ്റിൻ്റെ പിങ്ക് കളറിലെ പ്ലാന്റാണ്. ഇത് യൂഫോബിയ റെഡ് കളറിലെ ധാരാളം പൂക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് നന്നായി പൂക്കുന്ന വെറൈറ്റി ആയതുകൊണ്ട് സെലക്ട് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇത് നമ്മുടെ 10 മണിച്ചെടി, റോസും ചുവപ്പും 2 കളറിലുള്ള ചെടിയാണ് ആ ചട്ടിയിലുള്ളത്. ഇത് നമ്മുടെ ബോൾ അരേലിയ, നല്ല ഭംഗിയുള്ള നല്ല ഒരു പ്ലാന്റാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ്. നമുക്ക് ബോൾ ഷേപ്പിൽ വെട്ടി നിർത്തിയാൽ നല്ല ഭംഗിയാണ്. ഇത് ലെൻഡാന വെറൈറ്റീസാണ്. ലെൻഡാനയുടെ ലാവൻഡർ കളറാണ്. അത് ഹാങ്ങിങ്ങായിട്ട് വളർത്താൻ പറ്റും. ഇത് മഞ്ഞ, ഇത് ചുവന്ന കളറ്, ഇത് പിങ്ക് ലെൻഡാന. പിന്നെ അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് ചുവപ്പ് കളർ തന്നെയാണ്. എല്ലാത്തിനും മുട്ടെല്ലാം വന്നിട്ടുണ്ട്. ഇത് വെള്ള കളറിലെ ലെൻഡാന. ഇതും ഹാങ്ങിങ്ങായിട്ട് ഇടാൻ പറ്റിയ വെറൈറ്റിയാണ്. ഇത് 10 മണിയാണ്. പൂക്കളൊക്കെ വിരിഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ. ഇത് വേരിയേറ്റഡ് ലീവ്സ് ഉള്ള വെള്ള ഇംപേഷ്യൻറ്റിൻ്റെ പ്ലാന്റാണ്. ഇത് നമ്മുടെ പണ്ടത്തെ കനകാംബരം 80 രൂപ എടുത്ത് നഴ്സറിയിൽ നിന്ന് വാങ്ങിയ ഒരു തൈയാണ്. ഇത് 7 ഡേ റോസ് എന്ന് പറയുന്ന റോസാണ്. അത് കമ്പ് നട്ട് വന്നിട്ടുള്ള തൈയാണ്, ബഡല്ല. ഇത് തമിഴ്നാട്ടിൽ പോയപ്പോൾ വാങ്ങിയതാണ് 7 ഡേ റോസ്. ഇത് ഒരു കുറ്റിമുല്ല 10-15 വർഷം നിൽക്കുന്ന വലുതാവുന്നൊരു ചെടി. വലുതായിട്ട് വെട്ടി നിർത്താൻ വേണ്ടി വലിയൊരു ചട്ടിയിൽ നട്ടേക്കാണ്. അതുപോലെ അതിനകത്തൊരു അംബ്രല്ല പ്ലാന്റും വെച്ചിട്ടുണ്ട്. ഇത് നീലക്കൊടുവേലി എന്ന് പറയുന്ന ചെടിയാണ്. ഇതിനകത്ത് ഒരു കൊല പൂ വന്നിട്ടുണ്ട്. ബാക്കി ഇഷ്ടംപോലെ മുട്ടെല്ലാം വന്നിട്ടുണ്ട്. നിറച്ച് പൂക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇത് ഒറ്റ അടുക്കുള്ള നന്ദ്യാർ വട്ടത്തിൻ്റെ ഒരു പ്ലാന്റാണ്. ഇതും തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിയതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതാണ്. എങ്കിലും അവിടെ ചെന്നപ്പോൾ തൈ കണ്ടപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതേ ഉള്ളൂ. ഇത് ചുമന്ന ചെറിയ ഇലയുള്ള ചുമന്ന തെറ്റി. ഇത് ഷാഗി ഡ്വാർഫ് മോർണിംഗ് ഗ്ലോറി എന്ന് പറയുന്ന നീലപ്പൂവുള്ള ചെടിയാണ്. ഇന്ന് അതിൽ പൂ കുറവാണ്, എന്നും ധാരാളം പൂക്കളുള്ളതാണ്. വളരെ ഭംഗിയുള്ളൊരു ചെടി. ഇത് ഇംപേഷ്യൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഒരു റോസ് കളറുള്ള വെറൈറ്റിയാണ്. ഇത് മുള്ളില്ലാത്ത യൂഫോബിയ നല്ലൊരു പ്ലാന്റാണ്. എന്നും പൂക്കുന്ന നല്ലൊരു പ്ലാന്റ്. ഇത് യൂഫോബിയയുടെ ഒരു പിങ്ക് കളറിലെ പ്ലാന്റാണ്. കുറ്റിമുല്ലയുടെ 2 തൈയും അവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ചെടികളുടെ ഒരു പാർട്ടാണ്. തെങ്ങിൻ്റെ കുറ്റിയിലൊക്കെ ആണ് ചെടികൾ വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.